വീണ്ടും ഒരു തുടർഭരണം സ്വപ്നം കാണുന്ന ഇടതുപക്ഷത്തിന് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. അകന്നു കഴിയുന്നവർ ഉണ്ടാക്കുന്ന വിള്ളലുകൾ വിധിനിർണയത്തിൽ വലിയ പ്രത്യാഘാതമുണ്ടാക്കും. ഒരുപക്ഷെ തുടർഭരണമെന്ന സ്വപ്നം പോലും ഇല്ലാതാക്കിയേക്കും. മറുവശത്ത് 100-നു മേലെ സീറ്റുകൾ നേടി ഭരണം പിടിക്കാൻ കഴിയുമെന്നാണ് UDFന്റെ അവകാശവാദം. 100 സീറ്റ് നേടാമെന്നത് കോൺഗ്രസിന്റെ അമിത ആത്മവിശ്വാസമാണ്. കൂടി വന്നാൽ 75-നും 80-നും ഇടയിൽ സീറ്റുകൾ നേടി അവർക്ക് ഭരണം പിടിക്കാൻ കഴിഞ്ഞെന്ന് വരാം. ഈ തിരഞ്ഞെടുപ്പിൽ BJP അവർക്ക് സ്വാധീന ശക്തിയുള്ള മണ്ഡലങ്ങളിൽ ഇരു മുന്നണികൾക്കും വലിയ വെല്ലുവിളി ഉയർത്തും. രണ്ട് മുന്നണികളോടും വിരോധമുള്ളവരുടെ വോട്ടുകൾ പരമാവധി നേടി കേരളത്തിലും അവരുടെ ശക്തി തെളിയിക്കാനാകും അവർ ശ്രമിക്കുക. അതോടൊപ്പം ഇടത് വലതുപക്ഷം എന്നും പറയാറുള്ള വോട്ട് കച്ചവടമെന്ന ആരോപണം ഇല്ലാതാക്കുക കൂടി വേണം അവർക്ക്. എക്സിറ്റ് പോളുകളല്ല എക്സാറ്റ് പോളുകൾ എന്ന് ഇന്ന് മലയാളികൾക്കറിയാം. എന്നിരുന്നാലും മാധ്യമങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയോടാണ് കൂടുതൽ മമത കാണിക്കുന്നത് എന്നറിയാൻ വേണ്ടിയാണ് വിശ്വസിക്കാത്ത എക്സിറ്റ് പോൾ വാർത്തകൾ പലരും കാണുന്നത്. കൂടുതൽ തിരഞ്ഞെടുപ്പ് വാർത്തകളുമായി വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.